നമ്മുടെ ഗാർഡനിലേ ഒരു പുതിയൊരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. 4 മാസം മുമ്പ് നമ്മുടെ ഹൗസ് വാമിങ്ങിന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ ഗിഫ്റ്റ് തന്ന കേട്ടോ, ഒരു മാൻഡറിൻ്റെ തയ്യാ. ഇപ്പം അതുമ്പോൾ 3 മാൻഡറിൻ ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി വീടിൻ്റെ ബാക്കിൽ പലതരത്തിലുള്ള ഓറഞ്ചുകൾ, ലെമൺ, ലൈം, ചെറി, അവക്കാടൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ കൂടി ഇതും കൂടി ആയിപ്പില്ലേ, സംഭവം ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ മാൻഡറിൻ. ഇത് മാൻഡറിൻ അഫോറിൻ്റെ പേര്. ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് സെയിം തന്നെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിനകത്ത് എടുത്തു വേണ്ട ഒരു കാര്യം പറയുമ്പോൾ, ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ മാൻഡറിനോ അതോ അല്ലെങ്കിൽ റോസോ എന്ത് സംഭവങ്ങൾ വാങ്ങിച്ചാലും ഇങ്ങനത്തെ ഒരു ലേബൽ ആ ഒരു ചെടിയുമ്പോൾ വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ ബാക്കിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നടണ്ടേ, ഇതിന് എന്ത് തരത്തിലുള്ള വളമാണ് ഇടണ്ടേ, ഇത് എത്ര ഹൈറ്റ് വയ്ക്കും, എത്ര വിട്ട് വയ്ക്കും, എത്ര നാൾ കൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടാവും, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ഈ ലേബലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗാർഡനിങ്ങോ കൃഷിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞാൽ അതേപോലെ തന്നെ സംഭവം നട്ടാൽ മതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ വീട്ടിലുള്ള സെയിം മാൻഡറിൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോ. എന്ത് രസമാണ് നോക്കി കാണാനായിട്ട്. കാണാൻ ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല രുചി കേട്ടോ. എന്തായാലും മധുരം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തൊലി ഉണ്ടോ, തീരെ കട്ടി കുറവല്ലേ, ചൊകാന്നിരിക്കണേ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മാൻഡറിൻ ഉണ്ടെങ്കിലും നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ ഇത് മാൻഡറിൻ റെഡി ആവട്ടെ, എന്നിട്ട് എൻ്റെ ടേസ്റ്റ് നോക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക്